ഹണി റോസ് ബോച്ചെ ഇഷ്യൂസാണ് ഈ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോച്ചെ ഹണി റോസിനെ കുന്തി ദേവി എന്ന് അഭിസംബോധന ചെയ്തു. പക്ഷേ അതൊരു തെറ്റായ പ്രയോഗമല്ല. അത് കമൻറ്റിലൂടെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഒരു വലിയൊരു പ്രശ്നമാക്കി ഇതുവരെ ഇവിടെ വരെ എത്തിച്ചു. അദ്ദേഹം കുന്തി ദേവി എന്ന് പറഞ്ഞത് കുന്തി ദേവിയെ പോലെ എന്നാണ്. അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്ത് ആ ഉദ്ഘാടനം ഞാനും കണ്ടതാണ്. ഒറ്റ നോട്ടത്ത് ഹണി റോസിന് ആ ഡ്രസ്സിൽ കാവി ഡ്രസ്സ് തലമുടി മേലോട്ട് കെട്ടി കുന്തി ദേവിയെ പോലെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കാം കുന്തി ദേവി എങ്ങനെയാണെന്നുള്ളത്. കുന്തി ദേവിയെ പോലെ എന്നാണ് പറഞ്ഞത്. ഒരു മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബോച്ചെ ഡബിൾ മീനിങ് പറയുന്ന വ്യക്തിയാണ്. ബോച്ചെ അവരുടെ രീതി അങ്ങനെയാണ്. ബോച്ചയുടെ രീതി അങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുള്ളീൻ്റെ ഒരു രീതി അങ്ങനെയാണ്. തമാശ എല്ലാം ഒന്നും കാര്യമായിട്ട് ഒന്നും എടുക്കാറില്ല. എല്ലാം ഒരു തമാശ രീതിയിൽ ആണ് എടുക്കാറ്. പക്ഷേ കമൻറ്റ് കൊണ്ട് അതിൻ്റെ വന്നിട്ടുള്ള കമൻറ്റ് കൊണ്ട് അവർക്ക് ഹണി റോസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റും കാര്യങ്ങളും. ബോബി ചെമ്മണ്ണൂർ ബോച്ചെ, അദ്ദേഹത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം ഒരു സഹായിയാണ്. ഒരുപാട് പേരെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയും പൈസ കൊടുക്കുകയും അങ്ങനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല 50ഓളം ഈ ജ്വല്ലറീസ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി 50ഓളം 131 അങ്ങനെ ബ്രാഞ്ചസ്. അത് പല രാജ്യങ്ങളിലായിട്ടും ഇന്ത്യ, കേരളം, അങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളായിട്ട് 131 ബ്രാഞ്ചസ് ഓളം ഉണ്ട്. 41,000 എംപ്ലോയീസ് ഉണ്ട്. അവർക്കൊക്കെ സാലറി കൊടുക്കണം. ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു കുന്തി ദേവി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് അതിശയിപ്പിച്ച് മോശമായി ചിത്രീകരിച്ച് അത് സെക്സ്വൽ ഹറാസ്മെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഹണി റോസ് കേസ് കൊടുക്കുക. പോലീസ് അദ്ദേഹത്തെ ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുക, 14 ദിവസം റിമാൻഡ് ചെയ്യുക, വലിയൊരു ഇഷ്യൂസ് ആക്കുക. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതിനും വലിയ റേപ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് നടൻ സിദ്ദീഖിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോ, ലോക്കപ്പിലിട്ടോ. പിന്നെ ഹണി റോസ് ബോച്ചെ ഇഷ്യൂസ് എന്താന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു അഭിസംബോധന കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അന്ന് അറിയില്ല. അവരുടെ ഇടയിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊരു ഇഷ്യൂസാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുന്തി ദേവി എന്ന് ഉള്ള പദം ഉപയോഗിച്ചു. അത് അവർക്ക് ഇഷ്ടമായില്ല ഹണി റോസിന്. അതിനെ സംബന്ധിച്ചോളം കേസ് ഫയൽ ചെയ്തു. അവർ ജയിലിലടക്കിയ അദ്ദേഹത്തെ ജയിലടക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്നും ഇല്ല. പണമുള്ളവർക്ക് എന്തും ആവാം, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. പണമില്ലാത്തവൻ്റെ പുറകിൽ ആരും പോകാറില്ല ഒന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനോട് യോജിക്കുന്നില്ല. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ഷനും ഇതുവരെ കേരള പോലീസും ഗവൺമെൻറ്റും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് പല ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നപ്പോൾ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ ഭയങ്കര മോശമായി പോയി കേട്ടോ. അറിയില്ല. ഡബിൾ മീനിങ്ങിലൂടെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ, അതായത് കുന്തി ദേവിയെ പോലെ ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ബോച്ചെ ജയിലടയ്ക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെങ്കിൽ ഒരുപാട്, അതായത് സിനിമയിൽ അവരെന്തെല്ലാം വേഷങ്ങൾ ചെയ്യുന്നു അതെല്ലാം ടച്ച് ചെയ്തിട്ട് തന്നെയല്ലേ. ഉദാഹരണത്തിന് ബിരിയാണി എന്നുള്ള സിനിമയിൽ എന്താണ് അവിടെ കാണിക്കുന്നത്? അതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മൊത്തം തെറിയാണ്. ഇതൊക്കെ അങ്ങനെ സംഭവിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എല്ലാം ഇപ്പോൾ പണ്ടത്തെ പോലെ സിനിമയിൽ ഈ ആക്ഷൻ അല്ല. ഇപ്പോൾ എല്ലാം ഒറിജിനലാണ്. ടച്ച് ചെയ്യും, തൊടും, ഒക്കെ ഒറിജിനലാണ്.
ഒരു ആക്ഷനിൽ. പണ്ടൊക്കെ ആക്ഷനായിരുന്നു, എന്ന് വെച്ചാൽ അടുത്ത് വരും, നമ്മൾ മുട്ടിച്ചു എന്നുള്ള രീതിയാണ് പണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പം അങ്ങനെയല്ല, എല്ലാം ഒറിജിനലാണ്. സിനിമയിലും നടക്കുന്നതും ഇപ്പോൾ നമ്മുടെ നോർമലി ജീവിക്കുന്നതുമൊക്കെ നാച്ചുറലാണ്. അപ്പോൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഇതിൽ തെറ്റുകാര്, വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ നല്ലവൻ അല്ലാതെ നല്ലവൾ ആരാണ്? ബോച്ചയെക്കുറിച്ച് അവൻ ശരിയല്ല എന്നൊക്കെ ഒരുപാട് ജനങ്ങൾ അവൻ ശരിയല്ല, ബോച്ച ശരിയല്ല, അവൻ ആരാണ്? ഹാഷ്മി 24 റിപ്പോർട്ടർ ഹാഷ്മി ആ പുള്ളിക്കാരൻ, അവൻ ആരാണ്? ബോച്ച ആരാണ്? അവൻ ആരാണ്? എന്തൊക്കെയാണ് അവൻ പറയുന്നത്? ബോച്ച ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ഹണിറോസ്? ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഹണിറോസ് ഈ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ബോച്ചയെ കൊണ്ട് നല്ല ഉപകാരങ്ങൾ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്, അതറിയാമല്ലോ, പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ ഒരുപാട് മോശമായിട്ട് ബോച്ച ശരിയല്ല, അവൻ അങ്ങനെയാണ്, അതായത് വളർന്നു വരുന്നവരെ കണ്ണിനെ കണ്ടുവിടാം, പൈസയുള്ളവനെ ആരെയും കണ്ടുവിടാം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇങ്ങനെ രക്ഷപ്പെട്ടു അവർക്ക് പൈസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നതെന്നുള്ളത് ഓർക്കണം. അത് ചിന്തിച്ചാൽ മതി. വേറെ എന്താ പറയുക, നല്ലവരായിട്ട് ആരുമില്ല ഈ ലോകത്തിൽ, ആരുമില്ല. ആരെയും മോശമായിട്ടൊന്നും പറയരുത്. സ്വയമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയ്യ അവൻ മോശമാണ് എന്ന് പറയുന്നവൻ, അവൻ ശരിയല്ല എന്ന് പറയുന്നവൻ സ്വയം ചിന്തിക്കുക, ഞാൻ നല്ലവനാണോ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ അടക്കം നല്ല ആളല്ല. എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പാവികളാണ്, പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നല്ലവൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾ പോലും ഇതുപോലെ ഒന്നും പറയില്ല, ദൈവത്തെ പേടിയുള്ള ഒരാൾ പോലും. അപ്പം അതുകൊണ്ട് നല്ലവരായിട്ട് ആരുമില്ല, എല്ലാവരും വൃത്തികെട്ടവരാണ്. കാശിന് വേണ്ടി എന്തും ചെയ്യും, ഭയങ്കര മോശം. പക്ഷെ ഇതിൽ ഒരാളേ ഉള്ളൂ നല്ലവരാണ്, ദൈവം. അവൻ മാത്രമേ നല്ലവനായിട്ടുള്ളൂ. ബാക്കി നമ്മളെല്ലാവരും പാവികളാണ്. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്ത് കാര്യത്തിനാണ്? റേപ്പ് ചെയ്തോ? അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒരു വാക്കിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. സോ സാഡ്.